നമസ്കാരം. ആയുർവേദത്തിൽ കർക്കടക ചികിത്സ എന്തിനാണ്? 3 മുഖ്യമായിട്ടുള്ള കാരണങ്ങളാണ് അതിൽ നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഇത് കർക്കടക ചികിത്സ ചെയ്യുന്നതോടുകൂടി ശരീരത്തിന് ഉണ്ടാകുന്ന പ്രതിരോധ ശേഷി അല്ലെങ്കിൽ വ്യാധിക്ഷമത്വം, അതായത് അസുഖങ്ങളിൽ നിന്ന് ചെറുച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി ഒരു വർഷം വരെ അല്ലെങ്കിൽ ആ ഊർജം കുറച്ചു കാലം നിർത്താൻ സാധിക്കും. രണ്ടാമത്തത്, അഗ്നി കുറയുന്ന കാലഘട്ടമാണ്. ഡൈജസ്റ്റീവ് ഫയർ വളരെയധികം കുറയുന്ന ഒരു കാലഘട്ടമാണ് ഈ മഴക്കാലത്ത് പിടിച്ചു നിൽക്കുന്ന മഴയിൽ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംബന്ധമായിട്ട് പലതരം അസുഖങ്ങൾ, വായു സംബന്ധമായിട്ട് അറ്റ്മോസ്ഫിയർ, ഈ പറഞ്ഞ പോലെ വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന അസുഖങ്ങൾ, ഇതിനൊക്കെ ഉള്ള ഒരു പ്രതിരോധമായിട്ടാണ് ഈ കർക്കിടക ചികിത്സയിൽ കർക്കിടക കഞ്ഞി പോലത്തെ ഉള്ള ഔഷധങ്ങളൊക്കെ കഴിച്ച് പ്രതിരോധ വ്യാധിക്ഷമത്വം വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ രണ്ടാമതായിട്ട് പറയുന്നത്. മൂന്നാമതായിട്ട് പറയുന്നത് മുഖ്യമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾ, വാതസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനുള്ള ചികിത്സകളും ഈ കർക്കിടക മാസത്തിൽ ഉചിതമായിട്ടുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ സൗഖ്യം എന്നാണ് ആയുർവേദത്തിൽ ആരോഗ്യത്തിൽ സൗഖ്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാം ശരിയായ രീതിയിൽ എല്ലാ ധാതുക്കളുടെയും പോഷണം നടത്തി അതിൻ്റെ സന്തുലിതമായ അവസ്ഥയിൽ എത്തിക്കുകയാണ് കർക്കിടക ചികിത്സയിലെ ഏറ്റവും വലിയ ലക്ഷ്യം.